ട്രംപിൻ്റെ ഇമ്മിഗ്രേഷൻ നയങ്ങൾക്കെതിരെ ലോസ് ആഞ്ചലസിൽ ചെറിയ തോതിലുള്ള എതിർപ്പുകൾ, അതായത് അല്ലറ ചില്ലറ അക്രമങ്ങൾ നടക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൽ നാഷണൽ ഗാർഡിനെയൊക്കെ പ്രസിഡന്റ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് തന്നെ മറീൻസിനെ അയച്ചിരിക്കുന്നു. 2000 നാഷണൽ ഗാർഡും 700 മറീൻസും. അതിന് മാത്രമൊന്നുമില്ല എന്ന് നമുക്കറിയാം. ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു പ്രക്ഷോഭമാണ്. പക്ഷെ എന്നാൽ പോലും അതിന് വലിയ അന്താരാഷ്ട്ര പ്രശസ്തി പിന്നെ കിട്ടിയിരിക്കുന്നു. കാരണം ഇവിടെ എന്തോ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നു, ട്രംപിനെതിരെ ഭയങ്കര പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഒരു വിഭാഗം അതിനെ വ്യാഖ്യാനിക്കുന്നു. നേരെ മറിച്ച് ഡെമോക്രാറ്റുകൾ അത് സ്റ്റേറ്റുകളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ട് കാണുന്നു. സ്റ്റേറ്റുകൾക്ക് നിയന്ത്രിക്കാവുന്ന ഒരു കാര്യം പിന്നെ അതിൽ ഫെഡറൽ ഗവൺമെൻറ് ഇടപെടുന്നു, അതും പട്ടാളത്തെയൊക്കെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിനെതിരെ കാലിഫോർണിയ കോടതിയിൽ പോയി ഈ ട്രംപിൻ്റെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഒരു അടിയന്തരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന്, താൽക്കാലികമായിട്ട് നിർത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടത് ഫെഡറൽ കോടതി സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ അത് സംബന്ധിച്ചുള്ള വിചാരണയൊക്കെ കാലങ്ങളെടുക്കും. അപ്പം താൽക്കാലികമായിട്ട് ട്രംപാണ് വിജയിച്ച് നിൽക്കുന്നത്. എന്തായാലും ഈ ഇമ്മിഗ്രേഷനൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇമ്മിഗ്രൻസായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു സുഖകരമായ ഒരു കാര്യമല്ല. കാരണം ഈ ഇമ്മിഗ്രേഷൻ വിരുദ്ധതയും ആ റേസിസവും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ ഇമിഗ്രൻസ് നമ്മളെപ്പോലുള്ള ആളല്ലെങ്കിൽ അയാൾക്കെതിരെ അണിനിരക്കുക, അയാൾക്കെതിരെ വിരൽ ചൂണ്ടുക വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ പെട്ടുപോകുന്നത് ഖേദകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഫോട്ടോ കണ്ടു. ന്യൂജേഴ്സിയിൽ ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെറിയൊരു പയ്യൻ, ഇന്ത്യയിൽ നിന്ന് വന്ന പയ്യനാണ്. അവന് ശരിക്കും ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്ന് തോന്നുന്നു. ഈ ഇവിടെ വരുന്ന പയ്യന്മാർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാതെ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയായാലും അയാൾ സംസാരിച്ചത് ഹരിയാൻവി ഹിന്ദിയിലാണ് എന്നാണ് ആ വീഡിയോ പങ്കുവെച്ച ആൾ പറഞ്ഞിരിക്കുന്നത്. എന്നെ വട്ടനാക്കാൻ ശ്രമിക്കുന്നു, ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ഭ്രാന്തനൊന്നുമല്ല എന്ന് പറഞ്ഞാണ് അയാൾ പയ്യൻ കിടന്ന് കരയുന്നത്. അപ്പോൾ ആ പയ്യനെ നിലത്ത് പിടിച്ച് കിടത്തി കയ്യാമം വെക്കുന്നത് കണ്ടപ്പം വളരെ വിഷമം തോന്നിപ്പോയി. ഇത്രയും ഇവിടുത്തെ പോലീസുകാർ, സാമാന്യ നിലയിൽ ഇന്ത്യക്കാരും പോലീസ് വന്നാൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല നമ്മളാരും. കാരണം നമുക്കതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ ധൈര്യമോ ഉള്ള ആളുകളല്ല. അപ്പോൾ പോലീസ് വന്നാൽ കയ്യാമം വെക്കണമെങ്കിൽ പുറകിലേക്ക് വെക്കാവുന്നേ ഉള്ളൂ. നിലത്ത് കിടത്തി വലിയ കുറ്റവാളിയെപ്പോലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് കാരണം ഈ ഇല്ലീഗലായിട്ട് ഈ വേലിചാടി വന്ന കുറച്ച് പേരെ തിരിച്ചയക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മിക്ക ആളുകളും ട്രംപിന് വോട്ട് ചെയ്തത്. അതല്ലാതെ ഇവിടെ ലീഗലായിട്ട് കഴിയുന്നവരും വർഷങ്ങളായിട്ട് ഇവിടെ കഴിയുന്നവരാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും ഇവിടെ ജീവിച്ചു പോകുന്നവർ. അവർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ കോടതിയിൽ ചെല്ലുമ്പം, കോടതിയിൽ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ, ഇമിഗ്രേഷൻ കേസുമായിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ആ സമൂഹത്തിൽ ഇവിടെ ലീഗലായാലും ഇല്ലീഗലായാലും ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ആളുകൾ ഇവിടെ സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞു വിടാം, അതുപോലെ തന്നെ ഇങ്ങനെ ഈയിടയ്ക്ക് ഇടിച്ചു കയറി വന്നവരെയൊക്കെ പറഞ്ഞു വിടാം. എന്നല്ലാതെ വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്നവരെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അവർ. അപ്പോൾ അവരുടെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉയർത്തുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കേട്ടു നമ്മൾ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം ഉടനെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ പോയി ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. അവിടെ നമ്മൾ സിറ്റിസൺ ആയി എന്നുള്ളത് അവിടെ ഒന്ന് പോയി അറിയിക്കും. അപ്പോൾ അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെയും ഇമ്മിഗ്രൻസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ അവരുടെ ഡേറ്റാബേസിലൊക്കെ കിടക്കുക. ഈ സോഷ്യൽ സെക്യൂരിറ്റി എടുത്തിട്ട് നോക്കുന്ന അധികൃതർ അവർ നോക്കുമ്പോഴും നമ്മൾ ഇമ്മിഗ്രൻസ് ആയിട്ടായിരിക്കും ഇപ്പോഴും കാണുക, സിറ്റിസൺ ആയിട്ട് അവരുടെ ഡേറ്റാബേസിൽ വന്ന് കാണുകയില്ല. അപ്പോൾ അതും ചിലർക്കൊക്കെ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത കാര്യമല്ല. എങ്കിൽ പോലും ഈ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം ആ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതൊരു ഉപദേശം മാത്രം. അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമല്ല. ഇതിങ്ങനെ ചിലർ കേട്ടതുകൊണ്ട് പറയുന്നതാണ്. അത് എന്തായാലും അതിൽ പേടിക്കാനൊന്നുമില്ല. നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമ്മുടെ മേൽ കുറ്റം കണ്ടുപിടിക്കാം. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ ഈ ഇമിഗ്രൻസ് ഇന്നെ ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ 100 തരം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ആർക്കെതിരെ വേണേലും നിങ്ങളെങ്ങനെ വന്നു, എന്തിനു വന്നു, ഏത് രീതിയിൽ വന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് കിട്ടി, ഇത് കിട്ടി, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും.
അപ്പോൾ പഴയ കാര്യങ്ങൾ പണ്ട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ, 40 വർഷം മുമ്പ് അമേരിക്കൻ സിറ്റിസനായ ആളുകൾ പോലും ആ കാലത്തെ പിന്നെ പാസ്പോർട്ട് കൊണ്ടുപോയി സറണ്ടർ ചെയ്യണമെന്ന്, പിന്നെ ക്യാൻസൽ ചെയ്യണമെന്ന്. ആ കാലത്തെ പാസ്പോർട്ടൊക്കെ മിക്കവരും എടുത്തു കളഞ്ഞതാണ്. പിന്നെ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് ഒടുവിൽ പാസ്പോർട്ട് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഒരു എഴുതി കൊടുത്താൽ മതി, ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതിയെന്ന് പിന്നെ തീരുമാനമാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ സർക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിഭാഗമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരും. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ കെട്ടടങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുക. അതിൽ ഡിസ്പിരിറ്റഡ് ആകേണ്ടതില്ല. നമ്മൾ നിയമം അനുസരിക്കുക, നിയമാനുസൃതമായിട്ട് ജീവിക്കുക. പിന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും അതിൻ്റേതായ റിസ്കുകളുണ്ട്. അതെടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ആണ് ആ രീതിയിൽ പോകേണ്ടത്. അല്ലാത്തവർ നമ്മൾ നിയമം തീർച്ചയായിട്ടും പാലിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.